ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഡ്രഗ് ഡൈഇഥൈൽ ഈഥർ പറഞ്ഞു. ഡൈഇഥൈൽ ഈഥർ കഴിഞ്ഞ അടുത്ത ഡ്രഗാണ് ഹാലോതെയ്ൻ. ഹാലോതെയ്ൻ ഒരു പ്രത്യേകതയാണ്, ഇറ്റ് ഇസ് എ ഫ്ലൂറിനേറ്റഡ് വോളറ്റൈൽ അനസ്തെറ്റിക്, കളർലെസ് ആണ്. ഹാലോതെയ്ൻ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്, സ്വീറ്റ് ഫ്രൂട്ടി സ്മെൽ. ഓൾറെഡി ഞാൻ ഇവിടെ നോട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ പരമാവധി ആ നോട്ട് തന്നെ ഫോളോ ചെയ്യുക. അതൊരു അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള നോട്ടാണ്. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ റീസെന്റ് ചെയ്യാം ഈ നോട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഹാലോതെയ്ൻ. ഹാലോതെയ്ൻ എന്താണ്? ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള ഒരു വോളറ്റൈൽ അനസ്തെറ്റിക് ആണ്. ഹെവി കളർലെസ് ലിക്വിഡ് വിത്ത് എ ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടി ഓർഡർ. ഇറ്റ് അറ്റാക്ക് metals like steel, brass, rubber element of anesthetic equipment. Okay, so fruity order ആണ്, കളർലെസ് ആണ്, ഫ്ലൂറിനേറ്റഡ് ആയിട്ടുള്ള വോളറ്റൈൽ അനസ്തെറ്റിക് ആണ്. പക്ഷെ അത് മെറ്റല്, സ്റ്റീല്, ബ്രാസ്, റബ്ബർ എലമെന്റിനെ എല്ലാം അറ്റാക്ക് ചെയ്യും. മാലിഗ്നൻ ഹൈപ്പർതെർമിയ എന്ന് പറയുന്നത് ഹാലോതെയ്ൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ടോക്സിറ്റിയിൽ ഒന്നാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽസ്യത്തിന്റെ റിലീസ് നടത്തുന്നത് കൊണ്ട് തന്നെ സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കാൽസ്യം ഇൻക്രീസ്ഡ് ആയിട്ട് റിലീസ് ചെയ്യിക്കും. സോ ദാറ്റ് ഹാലോതെയ്ൻ കൊണ്ട് മാലിഗ്നൻ ഹൈപ്പർതെർമിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടാകും. ഇതിന് ട്രീറ്റ്മെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡാൻഡ്രോലീൻ. സോ കാൽസ്യം കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന മസിൽ കോൺട്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മസിൽ റിലാക്സന്റ് ആയിട്ടുള്ള ഡാൻഡ്രോലീൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഡാൻഡ്രോലിൻ ഡയറക്ട്ലി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. റെസ്പിറേറ്ററി പാസേജസിനെ ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല. ഇൻഡക്ഷനും റിക്കവറിയും പെട്ടെന്ന് തന്നെ സംഭവിക്കും. ബ്രോങ്കോസ്പാസം അല്ലെങ്കിൽ കഫിംഗ് ഒന്നും ഉണ്ടായില്ല പൊതുവെ കമ്പയർ ചെയ്യുമ്പോൾ. സോ നമുക്ക് ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഹാലോതെയ്ൻ ഉപയോഗിക്കാം. നോൺ ഇൻഫ്ലേമബിൾ ആണ്, റെസ്പിറേറ്ററി പാസേജ് ഇറിറ്റേറ്റ് ചെയ്യില്ല, ഇൻഡക്ഷനും റിക്കവറിയും പെട്ടെന്ന് നടക്കും, ബ്രോങ്കോസ്പാസം അല്ലെങ്കിൽ കഫിംഗ് ഉണ്ടാവില്ല, ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാകും. ആസ്മാറ്റിക് പേഷ്യൻസ് അതുകൊണ്ട് ഹാലോതെയ്ൻ പ്രിഫർ ചെയ്യാറുണ്ട്. ഓക്കെ, then it ഇൻഡ്യൂസ്ഡ് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ കൺട്രോൾഡ് ഹൈപ്പോടെൻഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഓക്കെ, സോ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഒരു ഇപ്പം BP കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ ഒരു ബ്ലഡ് ലെസ് പ്ലാസ്റ്റിക് സർജറീസ് ഒക്കെ കേസിന്റെ അവിടെ ബ്ലഡ് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഉണ്ടാവില്ല. ഒരു ബ്ലഡ് ലെസ് ഫീൽഡ് ഫോർ സെയിം പ്ലാസ്റ്റിക് സർജറി നടത്താനായിട്ട് നമുക്ക് സാധിക്കും. പൊതുവെ 2% ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ മസിൽ റിലാക്സേഷൻ ആഡിക്വേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമോന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആണ്. ഉപയോഗിക്കുന്നത് 2% കോൺസെൻട്രേഷനിൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? റെസ്പിറേറ്ററി ഡിപ്രഷൻ, ദെൻ കാർഡിയോവാസ്കുലർ ഡിപ്രഷൻ, ഹൈപ്പോടെൻഷൻ ഒക്കെ ഇവരുടെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ആണ്. Arrhythmias due to sensitization of myocardium to adrenaline. Adrenaline നമ്മുടെ മയോകാർഡിയം എന്ന് പറഞ്ഞാൽ എന്താ? ഹാർട്ടിന്റെ മസിൽസ് അല്ലെ. സോ മയോകാർഡിയത്തിന് അഡ്രിനാലിനോടുള്ള ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി കൊണ്ട് അരിത്മിയ ഉണ്ടാകാം. മെന്റൽ ഫങ്ഷൻസിന് ഡിലേഡ് റിക്കവറി ആണ്. ഇൻട്രാക്രേനിയൽ പ്രഷർ കൂട്ടുകയും സെറിബ്രൽ വാസോ ഡയലറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഹെപ്പാറ്റിക് ഡാമേജ് ഡ്യൂ ടു അലർജി അല്ലെങ്കിൽ ഇഡിയോസിൻക്രസി. ഇതാണ് ഹാലോതെയ്നെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് എൻഫ്ലൂറൈൻ. ഓക്കെ, എൻഫ്ലൂറൈൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നോൺ ഇറിറ്റേറ്റിംഗ് ആണ്, നോൺ ഇൻഫ്ലേമബിൾ ആണ്, പക്ഷെ ഒരു മൈൽഡ് ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. ലെസ് മെറ്റബോളിസം ദാൻ ഹാലോതെയ്ൻ. അതുപോലെ തന്നെ ഹാലോതെയ്ൻ ഉണ്ടാക്കുന്ന പല സൈഡ് ഇഫക്റ്റും ഇല്ല. ഓക്കെ, സോ ലെസ് metabolism than halothane and toxicity is also less. Faster induction and recovery than halothane. Risk of epilepsy like seizures during induction and recovery. Then contraindicated enflurane എപ്പിലെപ്സിയും ബ്രെയിൻ ലെഷൻസും ഉള്ള ആളുകളിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? എൻഫ്ലൂറൈൻ കൊടുക്കാൻ പറ്റില്ല. സോ ഫാസ്റ്റർ ഇൻഡക്ഷൻ റിക്കവറി ഉണ്ടെങ്കിലും എൻഫ്ലൂറൈൻ cannot be given to the patients with ബ്രെയിൻ ലെഷൻസ് അല്ലെങ്കിൽ എപ്പിലെപ്സി ഉള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഈസ് ഐസോഫ്ലൂറൈൻ. ഇറ്റ് ഈസ് ആൻ ഐസോമർ ഓഫ് എൻഫ്ലൂറൈൻ. ഇതും ഫ്ലൂറിനേറ്റഡ് ആണ്. മോർ പൊട്ടന്റ് ആൻഡ് മോർ വോളറ്റൈൽ, മോർ സ്റ്റേബിൾ, മോർ ഇൻഫ്ലേമബിൾ, ലെസ് സെൻസിറ്റീവ് ടു മയോകാർഡിയം,
ടു അഡ്രിനാലിൻ മസിൽ റിലാക്സേഷൻ ഉണ്ട്, ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ടാക്കാറില്ല. പക്ഷേ ഐസോഫ്ലോറിൻ ഉപയോഗിക്കുമ്പോൾ പേഷ്യൻസില് കൊറോണറി സ്റ്റീൽ ഫിനോമിനൻ ഉണ്ടാകും. അത് കാർഡിയാക് ഡിസീസ് ഉള്ള പേഷ്യൻസിൽ മാത്രമേ ഉള്ളൂ. കാർഡിയാക് ഡിസീസ് ഉള്ള പേഷ്യൻസിൽ ഐസോഫ്ലോറിൻ ഉപയോഗിക്കുമ്പോൾ കൊറോണറി സ്റ്റീൽ ഫിനോമിനൻ ഉണ്ടാകും. സോ ഇത് ഹൈപ്പോടെൻഷനും ഹാർട്ട് റേറ്റും ഒക്കെ കൂട്ടാനായിട്ട് കാരണമാകും. ദെൻ ഡെസ്ഫ്ലൂറൈൻ highly volatile ആണ്, less soluble in blood and tissue, so induction and recovery is quick. Okay, highly volatile, less soluble in blood, desflurane, so induction recovery എല്ലാം പെട്ടെന്ന് തന്നെ സംഭവിക്കും. സോ ഐസോഫ്ലൂറൈന്റെ കേസ് എടുക്കുകയാണെങ്കിൽ കൊറോണറി സ്റ്റീൽ ഫിനോമിനൻ ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഡെസ്ഫ്ലൂറൈൻ ആണെങ്കിൽ ഹൈലി volatile ആണ് ഡെസ്ഫ്ലൂറൈൻ, less soluble in blood and fat, quick induction and recovery, pungent smell ഉണ്ടാകും, ലാരിംഗോസ്പാസം അല്ലെങ്കിൽ കഫിംഗ് ഉണ്ടാകുന്നു, no arrhythmia and seizure, no hepatotoxicity and renal toxicity. ഡെസ്ഫ്ലൂറൈൻ ഉപയോഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് OP-യിൽ വരുന്ന പേഷ്യൻസിൽ പോലും നമുക്ക് എന്തുപയോഗിക്കാം, ഡെസ്ഫ്ലൂറൈൻ ഉപയോഗിക്കും. ഓക്കെ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഔട്ട് പേഷ്യൻസ്. ലാരിംഗോസ്പാസം കഫിംഗ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. So highly volatile, less soluble, induction and recovery are quick, pungent odor cause irritation leading to coughing and laryngospasm, does not produce arrhythmia അല്ലെങ്കിൽ seizure, no liver അല്ലെങ്കിൽ kidney toxicity, suitable as an anesthetic for outpatient surgery, and the patient can be discharged within few hours. അപ്പോൾ OP ബേസിസിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, സർജറീസ് ചെയ്യുന്ന പേഷ്യൻസ് ഡെസ്ഫ്ലൂറൈൻ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഈസ് സെവോഫ്ലൂറൈൻ. സെവോഫ്ലൂറൈൻ എന്താണ്, ഒരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് സെവോഫ്ലൂറൈൻ. ന്യൂവർ പോളിഫ്ലൂറിൻ എന്ന അനസ്തെറ്റിക് ആണ്, ലെസ് പോട്ടന്റ്, ലെസ് സോലബിൾ ഐസോഫ്ലൂറൈൻ, ക്വിക്ക് ഇൻഡക്ഷൻ റിക്കവറി ഉണ്ട്, പഞ്ചന്റ് സ്മെല്ലില്ല, അനസ്തേഷ്യ സ്മൂത്ത് ആയിരിക്കും. Then toxicity to liver and kidney absent ആണ്, recovery smooth ആണ്, orientation, motor recovery, functions ഒക്കെ ക്വിക്ക് ആയിട്ട് തന്നെ നടക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗേഷ്യസ് അനസ്തെറ്റിക്. ഇതാണ് ഗേഷ്യസ് അനസ്തെറ്റിക്. ആകെ ഒരേ ഒരു ഗേഷ്യസ് അനസ്തെറ്റിക് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഏതാണത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് നൈട്രസ് ഓക്സൈഡ്, ഓൾസോ കോൾഡ് ആസ് ലാഫിംഗ് ഗ്യാസ്. ഒരു ഇനോർഗാനിക് ഗ്യാസ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനോർഗാനിക് ഗ്യാസ് ആയതുകൊണ്ടാണ്, കളർലെസ് ആണ്, സ്വീറ്റ് ഇൻ ടേസ്റ്റ്, എയറിനേക്കാളും ഹെവിയർ ആണ്, നോൺ ഇൻഫ്ലൈമബിൾ. പക്ഷെ ഒരു സാധനം കത്തുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെ അതിനെ കെടുത്തത്തില്ല, ഇറ്റ് വിൽ സപ്പോർട്ട് കമ്പഷൻ. ഓക്കെ, സോ ബ്ലഡിൽ ഇറ്റ് ഈസ് ഇൻസോല്യൂബിൾ, അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ക്യാരിഡ് ഇൻ ബ്ലഡ് ഇൻ ദ ഫോം ഓഫ് ഫിസിക്കൽ സൊല്യൂഷൻ ആയിട്ട് അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുള്ളൂ. ബ്ലഡുമായിട്ട് ലയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ ബോഡിയിൽ ഡീകമ്പോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, സോ ടിഷ്യൂ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഈ നൈട്രസ് ഓക്സൈഡിൽ നിന്നൊരു ഓക്സിജൻ മോയിറ്റി കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ പറഞ്ഞു നൈട്രസ് ഓക്സൈഡ് ആണല്ലേ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഒരാൾക്ക് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കുറച്ച് നൈട്രസ് ഓക്സൈഡ് കൊടുത്താൽ പോരാ. ഇറ്റ് കുഡ് നൈട്രസ് ഓക്സൈഡ് കുഡ് പ്രൊഡ്യൂസ് ടിഷ്യൂ റെസ്പിറേഷന് ഓക്സിജൻ കൊടുക്കില്ല. ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് അൺചേഞ്ച് ത്രൂ ലങ്സ്, സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ സ്കിന്നിൽ കൂടെ എലിമിനേറ്റ് ചെയ്യുകയുള്ളൂ. ആൻഡ് ഇൻഡക്ഷൻ ആൻഡ് റിക്കവറി ഈസ് ക്വിക്ക്, നോ ഇറിറ്റേഷൻ ടു മ്യൂക്കസ് മെംബ്രൈൻ. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അനാൽജസിയ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ മൈനർ പ്രൊസീജിയേഴ്സ്. ഓക്കെ, സോ അതിന് അനാൽജസി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് മൈനർ പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കാറുണ്ട്, ചെറിയ ഡോസിൽ കേട്ടോ. നോൺ ടോക്സിക് ടു ലിവർ ആൻഡ് കിഡ്നി. ഓക്കെ, സോ ഒരു പൊട്ടന്റ് അനസ്തെറ്റിക്ക, മസിൽ റിലാക്സേഷൻ ആവശ്യമില്ല, സ്പെഷ്യൽ അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യൂഫോറിയ, എക്സൈറ്റേഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നൈട്രസ് ഓക്സൈഡിന് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും പൊതുവെ പേഷ്യൻസ് പ്രിഫർ ചെയ്യാറില്ല. നെക്സ്റ്റ് ഇൻട്രാവീനസിന്റെ എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. ഏതൊക്കെയായിരുന്നു? തയോപെൻറ്റോൺ, മെത്തോഹെക്സിറ്റോൺ, പ്രൊപ്പഫോഡ്, എറ്റോമിഡേറ്റ് ഒക്കെ. സോ ഇതൊക്കെ ക്വിക്കലി ആക്ടിങ് ആണ്. കാരണം എന്താ,
IV ആയിട്ടല്ലേ കൊടുക്കുന്നത്. വിതിൻ 20 സെക്കൻഡ്സ് ഉള്ളിൽ തന്നെ നമുക്ക് IV ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. മെയിൻലി ഇൻഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കൽ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഹലേഷൻ ഏജന്റ് കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇപ്പം ക്വിക്ലി ആക്ടിങ് ആ, 20 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ആക്ഷൻ കിട്ടും. മെയിൻലി നമ്മൾ ഇൻഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ഈ ഇൻട്രാവീനസിന് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ അനസ്തേഷ്യ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചിട്ടായിരിക്കും? വി വിൽ ബി മെയിൻറ്റെയിനിങ് ഇറ്റ് ബൈ യൂസിങ് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ഇൻഹലേഷണൽ ഏജന്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ദ ഇൻട്രാവീനസ് അനസ്തറ്റിക്സ് ഏതൊക്കെയായിരുന്നു? തയോപെൻഡോൺ, പ്രൊപ്പഫോൾ, എറ്റോമിഡേറ്റർ, മിഡാസോളം ആൻഡ് കീറ്റമീൻ. റിഫ്ലെക്സ് ടക്കിക്കാർഡിയ ഉണ്ടാക്കും, അരിത്മിയ ഉണ്ടാക്കില്ല. സെറിബ്രൽ ബ്ലഡ് ഫ്ലോയും കുറയ്ക്കാനായിട്ട് ഈ ഇൻട്രാവീനസ് അനസ്തറ്റിക് കാരണമാകും. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് ഇറിറ്റേറ്റ് ദ ട്രാക്ക്, നോ എയർ പാസേജിലെ ട്രാക്കിനെ ഒന്നും ഇറിറ്റേറ്റ് ചെയ്യില്ല. റെസ്പിറേറ്ററി ഡിപ്രഷൻ നമ്മൾ തയോപെൻഡോൺ ഒക്കെ ഒരു ഇൻഡ്യൂസിങ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BP ഫോൾ ആകും പെട്ടെന്ന്, വാസോഡൈലറ്റേഷൻ, കാർഡിയോ വസ്കുലർ കൊളാപ്സ് ഒക്കെ ഉണ്ടാകാം. ലാരിംഗോസ്പാസം, ഷിവറിംഗ്, ഡെലീറിയം, എന്തൊക്കെ CNS-നെ അഫക്ട് ചെയ്തിട്ട് സംഭവിക്കാം അതെല്ലാം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പം നോസിയ, വോമിറ്റിംഗ് അതൊക്കെ ഉണ്ടാകാം. ഇതെല്ലാം തടയാനായിട്ട് IV ആയിട്ട് അനസ്തെറ്റിക് കൊടുത്തൊരു അഡ്വേഴ്സ് റിയാക്ഷൻ വന്നാൽ നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത് അട്രോപ്പിൻ അല്ലെങ്കിൽ നമ്മുടെ സക്സിനൈൽ കോളിനൊക്കെ നമ്മൾ പ്രീ മെഡിക്കേഷൻ ആയിട്ട് കൊടുക്കും. മനസ്സിലായോ? ഇനി ഏറ്റവും ആദ്യം തയോപെൻഡോൺ സോഡിയം ആണ്. ഫസ്റ്റ് വൺ ഈസ് തയോപെൻഡോൺ സോഡിയം. ഫസ്റ്റ് ഡ്രഗ് ആണ് തയോപെൻഡോൺ സോഡിയം. ഏറ്റവും അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റ് ആണ്. അൾട്രാ ഷോർട്ട് ആക്ടിങ് ഡ്യൂ ടു റീഡിസ്ട്രിബ്യൂഷൻ. ഇൻട്രാവീനസ് ആയിട്ട് IV ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 15 മുതൽ 20 സെക്കൻഡിന്റെ ഉള്ളിൽ ആക്ഷൻ കിട്ടും. ഓക്കെ, ഇറ്റ് വിൽ എൻ്റർ ദ ബ്രെയിൻ ഇമ്മീഡിയറ്റ്ലി. മസിലിലേക്കോ ഫാറ്റിലേക്കോ ഒക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പേഷ്യന്റ് ഡ്രഗ് കൊടുത്ത് ഒരു 10 മുതൽ 20 മിനിറ്റിനുള്ളിൽ പേഷ്യന്റ് എന്തായിട്ട് മാറും? തിരിച്ച് കോൺഷ്യസ് സ്റ്റേറ്റിൽ തിരിച്ചു വരും. ഓക്കെ, സോ തയോപെൻഡോൺ is non-explosive, easy to administer, induction is rapid and pleasant, no irritation of mucous membrane, excitement, nausea, vomiting ഒക്കെ കുറവാണ് തയോപെൻഡോൺ കൊടുക്കുമ്പോൾ. Quiet respiration, no sensitization to myocardium, to adrenaline, recovery പെട്ടെന്നാണ്, no anesthetic complication. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണ്? poor analgesic, weak muscle relaxant activity, then apnea, cough, hiccup, laryngospasm may occur during induction, then respiratory center and depression. Okay, carbon dioxide ഉള്ള sensitivity അതെല്ലാം കുറയ്ക്കും. Then depression of vasomotor center and myocardium. Then injection to a nerve may produce palsy. Okay, injection to an artery can lead to pain, necrosis and gangrene. Okay, next one is propofol. Propofol എന്താ? ഒരു ഓയിലി ലിക്വിഡ് ആണ് പ്രൊപ്പഫോൾ. നമ്മൾ 1% എമൽഷൻ ആയിട്ടാണ് പ്രൊപ്പഫോൾ കൊടുക്കുന്നത് കേട്ടോ. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ മാത്രമേ തരുള്ളൂ, പക്ഷെ 30 സെക്കൻഡിനുള്ളിൽ ആക്ട് ചെയ്യും. ഒരു 10 മിനിറ്റ് ലാസ്റ്റ് ചെയ്യുള്ളൂ. 30 സെക്കൻഡിനുള്ളിൽ ആക്ട് ചെയ്യും. ഒരു ഹാങ് ഓവറും ഇല്ല. നമുക്കിതിനെ ഫെന്റനൈൽ പോലെയുള്ള ഏജന്റിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ സ്പെസിഫിക് ആന്റി എമിറ്റിക് ആക്ഷൻ ഉണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് നോസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ട്. ഷോർട്ട് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഒരു ഡ്രഗ് ഉപയോഗിച്ചായിരുന്നല്ലോ ഷോർട്ട് ആയിട്ട്, ഡെസ്ഫ്ലൂറൈൻ പോലെ തന്നെ പ്രൊപ്പഫോളും ഔട്ട് പേഷ്യൻസിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് എറ്റോമിഡേറ്റ്. എറ്റോമിഡേറ്റ് എന്താണ്? IV ആണ്. ബ്രീഫ് ഡ്യൂറേഷൻ 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഡ്രഗിന്റെ ആക്ഷൻ കിട്ടുള്ളൂ. റെസ്പിറേറ്ററി അല്ലെങ്കിൽ CNS ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുതൽ, ക്വിക്ലി മെറ്റബോളൈസ് ചെയ്യുകയും ചെയ്യും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇൻവോളണ്ടറി മൂവ്മെന്റ് ഡ്യൂറിങ് ഇൻഡക്ഷൻ, adrenocortical suppression and poor analgesic effect. First one is benzodiazepine. Benzodiazepine endana? They are used for pre-anesthetic medication, then induction, maintenance and supplementation of anesthesia. So benzodiazepine എന്ന് പറയുന്ന ഏജന്റിന്റെ പ്രത്യേകത എന്താ? ബെൻസോഡയസെപ്പീൻ പ്രീ അനസ്തെറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ
അനസ്തേഷ്യനെ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസ്പിറേഷൻ ഡിപ്രസ് ചെയ്യില്ല, ഹാർട്ട്, BP ഇതൊന്നും ഡിപ്രസ് ചെയ്യില്ല. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് നോസിയ, വോമിറ്റിംഗ് ഒക്കെ തടയാനായിട്ട് ബെൻസോഡൈസെപിൻ കൊടുക്കാം. സെൻട്രൽ മസിൽ റിലാക്സന്റും ആണ് ബെൻസോഡൈസെപിൻ. ബെൻസോഡൈസെപിന്റെ എക്സാമ്പിൾസ് അറിയില്ല, ഡയസെപ്പാം, മിഡാസോളം, നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന ബെൻസോഡൈസെപിൻസ് ഒക്കെ തന്നെ കേട്ടോ. ദെൻ ഡയസെപ്പാം ആണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ഡോസ് ആയിരിക്കും, 0.2 to 0.5 mg/kg. 1 കിലോയിൽ 0.2 to 0.5 വരെ. സ്ലോ അൺഡൈൽഡ് ഇഞ്ചക്ഷൻ ഈസ് an IV trip. So administration of slow undiluted injection in an IV trip. ഒരു IV ട്രിപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഞ്ചക്ഷൻ ഡയസെപ്പാം കൊടുക്കുന്നത്. ഡൈല്യൂട്ട് ചെയ്യില്ല, സ്ലോ ആയിട്ടായിരിക്കും അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ടെക്നിക് അവോയ്ഡ്സ് ബേണിംഗ് സെൻസേഷൻ. അപ്പൊ നമ്മൾ സ്ലോ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ത്രോംബോഫ്ലിബൈറ്റിസ് അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ ഒക്കെ തടയാനായിട്ട് സാധിക്കും ഡയസെപ്പാം. നെക്സ്റ്റ് വൺ ഈസ് മിഡാസോളം. മിഡാസോളം എന്ന് പറയുന്ന സാധനം എന്താ, ഇറ്റ് ഈസ് 3 times more potent. ഓക്കെ, ഡയസെപ്പാം മിഡാസോളം എടുത്തു കഴിഞ്ഞാൽ മിഡാസോളം ഈസ് 3 times more potent. അങ്ങനെ തന്നെ ഞാൻ കുറച്ച് MCQs കണ്ടു, എത്ര പെർസെന്റേജ് ഇന്ന ഡ്രഗിനേക്കാൾ പൊട്ടന്റ് ആണ് എന്ന് വരെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. സോ 3% മോർ പൊട്ടന്റ് ദാൻ ഡയസെപ്പാം. അടുത്ത കീറ്റമിൻ. കീറ്റമിൻ ഒരു നോൺ ബാർബിറ്റുറേറ്റ് ആണ്, ജനറൽ അനസ്തെറ്റിക് ആണ്. ഡിസോസിയേറ്റീവ് അനസ്തേഷ്യക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് കീറ്റമിൻ. ആൻഡ് സൂപ്പർഫിഷ്യൽ സ്ലീപ്പോ കംപ്ലീറ്റ് അനാൽജസിയോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കീറ്റമിൻ ഉപയോഗിക്കാം കേട്ടോ. ദെൻ പുവർ മസിൽ റിലാക്സേഷൻ ആണ്. ഷോർട്ട് പ്രൊസീജിയേഴ്സിനും ഡ്രസ്സിങ്, ബേൺസിന്, ബ്രോങ്കോസ്കോപ്പിക്കൊക്കെ കീറ്റമിൻ കൊടുക്കാം. റെസ്പിറേഷൻ അഫക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഡെലീറിയം, ഹാലൂസിനേഷൻ പോലെയുള്ള സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. ഇൻഡക്ഷനും റിക്കവറിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, നടക്കും. ഇൻഡക്ഷൻ റിക്കവറി വേഗം തന്നെ നടക്കും, പക്ഷെ ഡെലിറിയവും ഹാലൂസിനേഷനും ഉണ്ടാകും. BPയും ഹാർട്ട് റേറ്റും കൂടും, സലൈവേഷനും ലാരിംഗോസ്പാസവും ഉണ്ടാവും. മസിൽ റിലാക്സേഷൻ പുവർ ആണ്. ലൊറാസെപ്പാം, ഡയസെപ്പാം, മിഡാസോളം ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന ഏജന്റ്സ് ആണ്. ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക് അറിയാലോ, കീറ്റമിൻ നോൺ ബാർബിറ്റുറേറ്റ് ആണ്. സൂപ്പർഫിഷ്യൽ ആയിട്ട് സ്ലീപ്പ് കൊടുക്കാൻ പറ്റും, ഡെലിറിയം ഹാലൂസിനേഷൻ ഉണ്ടാക്കും, BP ഹാർട്ട് റേറ്റ് കൂട്ടും, ലാരിംഗോസ്പാസം, സലൈവേഷൻ ഒക്കെ ഉണ്ടാക്കും. നെക്സ്റ്റ് ഈസ് ന്യൂറോലെപ്റ്റിക് അനാൽജസിയ. സോ ന്യൂറോലെപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ന്യൂറോലെപ്റ്റിക്സ് ആർ ആന്റിസൈക്കോട്ടിക്സ്. ദീസ് ആർ ഡ്രഗ്സ് വിച്ച് ഇൻഡ്യൂസ് അപ്പത്തി ആൻഡ് മെന്റൽ ഡിറ്റാച്ച്മെന്റ്. ഓക്കെ, എന്തൊക്കെയാണ് അപ്പത്തി, ഒരു സൈക്യാട്രിക് പ്രോബ്ലം പോലെ. ഓക്കെ, ഒരു അനാൽജസിയ, ഒന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ന്യൂറോലെപ്റ്റിക്സ് അല്ലെങ്കിൽ ന്യൂറോലെപ്റ്റിക് അനാൽജസിയ ഇൻഡ്യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ഏതിനാണ് ന്യൂറോലെപ്റ്റിക്സ്. ഓക്കെ, അനാൽജസിയ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട്. സോ പേഷ്യന്റ് കുറച്ചു നേരത്തേക്ക് സെഡേറ്റഡ് ആയിരിക്കും, ചുറ്റുമുള്ളതുമായിട്ട് ഒന്നും അറിയില്ല. സോ ന്യൂറോലെപ്റ്റിക് അനാൽജസിയ എന്ന് പറയുന്നത് IV ആയിട്ട് നമ്മൾ ഈ പറയുന്ന ഡ്രഗും ഒരു ഒപ്പിയോയിഡ് അനാൽജസിയും കൂടെ കമ്പൈൻ ചെയ്ത് കൊടുക്കും. Okay, so with neuroleptic analgesia, patient conscious ആയിരിക്കും, cooperative ആയിരിക്കും for surgery. Patient will be conscious and cooperative for surgery and can be given in combination. Neuroleptic analgesia നമുക്ക് ഡ്രോപ്പിരിഡോളോ ഫെന്റനൈലോ ആയിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയായിട്ട് കൊടുക്കാം, ഡ്രോപ്പിരിഡോൾ ആൻഡ് ഫെന്റനൈൽ. Okay, it can be given along with the ഡ്രോപ്പിരിഡോൾ ആൻഡ് ഫെന്റനൈൽ ആയിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ഗിവൺ വിത്ത് ന്യൂറോലെപ്റ്റിക് ആയിട്ടൊരു ഡ്രഗും ഒപ്പിയോയിഡ് അനാൽജസിക്കും ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോലെപ്റ്റിക് അനാൽജസിയ എന്ന് പറയുന്നത്. ഡ്രോപ്പിരിഡോൾ ഒരു ആന്റി സൈക്കോട്ടിക് ഇഫക്ട് തരും. ക്ലോർപ്രോമാസിൻ ഇല്ലേ, ക്ലോർപ്രോമാസിന്റെ ആക്ഷൻ പോലെ തന്നെ കാം ചെയ്യും, ആന്റി എമിറ്റിക് ഇഫക്റ്റ്, ആൽഫ അഡ്രിനർജിക് ബ്ലോക്കിംഗ് ഇഫക്റ്റ്, എക്സ്ട്രാ പിരമിഡൽ ഇഫക്റ്റ്. ഫെന്റൈനൽ ആണെങ്കിലോ ഒരു മോർഫിൻ ലൈക്ക് ഒപ്പിയോയിഡ് അനാൽജസിക് ആയിട്ട് ആക്ട് ചെയ്യും. മോർഫിനേക്കാളും 100 times മോർ പൊട്ടന്റ് ആണ്. പക്ഷെ like morphine, it also produce depression of respiratory അല്ലെങ്കിൽ കഫ് സെന്റർ. സോ മയോസിസ്, കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്യൂപ്പിൾ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാക്കും. ആക്ഷൻസ് അണ്ടർഗണൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് നലോക്സോൺ. ഓക്കെ, സോ മോർഫിന്റെ അണ്ടർഗോണിസ്റ്റ് ആണ് നലോക്സോൺ. സോ അത് തന്നെ നമുക്ക് ഇവിടെയും ഉപയോഗിക്കാം. നെക്സ്റ്റ് ഈസ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. എന്താണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ?
അനസ്തറ്റിക് കൊടുക്കുന്നതിന് മുമ്പ് അഡ്വേഴ്സ് റിയാക്ഷൻസ് തടയാൻ വേണ്ടി കൊടുക്കുന്നതാണ് പ്രീ അനസ്തറ്റിക് മെഡിക്കേഷൻസ്. ഓക്കെ, സോ നമുക്ക് അവിടെ കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും എന്താണ്? ഒന്ന് സെഡേഷൻ ഉണ്ടാക്കണം, ഒന്ന് വേദന കുറയ്ക്കണം, പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി, അത് സലൈവയുടെ സെക്രീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രോങ്കിയൽ സെക്രീഷൻസ് കുറയ്ക്കണം, ആന്റി എമെറ്റിക് ഇഫക്റ്റ് ഉണ്ടാക്കണം. അപ്പൊ ഏറ്റവും ആദ്യം സെഡേഷൻ, ആൻസൈറ്റി എല്ലാം സർജറിക്ക് മുമ്പ് കുറയ്ക്കാനായിട്ട് സെഡേറ്റീവോ ഹിപ്നോട്ടിക്കോ ട്രയാങ്കുലൈസറോ ഉപയോഗിച്ച് സെഡേഷൻ കൊടുക്കാം. യൂഷ്വലി മോർഫിനോ അല്ലെങ്കിൽ അതിന് ഡെറിവേറ്റീവോ ആയിരിക്കും, അല്ലെങ്കിൽ ബാർബിറ്റുറേറ്റ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത അനാൽജസിയ. അനാൽജസിയ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ അച്ചീവ്ഡ് ബൈ മോർഫിൻ അല്ലെങ്കിൽ പെത്തിഡീൻ ആയിരിക്കും അനാൽജസിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആരാണ്? മോർഫിൻ അല്ലെങ്കിൽ പെത്തിഡീൻ പെയിൻ കുറയ്ക്കാനായിട്ടും ജനറൽ അനസ്തേഷ്യയുടെ എമൗണ്ട് കുറയ്ക്കാനായിട്ടുമാണ് കൊടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അനാൽജസിക്ക് വേണ്ടി ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജനറൽ അനസ്തറ്റിക്കിന്റെ ഡോസ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ഇൻഹിബിഷൻ ഓഫ് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി. യൂഷ്വലി അട്രോഫിൻ ആണ് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ദിസ് ഈസ് ടു ഡിക്രീസ് ബ്രോങ്കിയൽ അല്ലെങ്കിൽ സലൈവറി സെക്രീഷൻസ് കുറയ്ക്കാനായിട്ട്. പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിക്ക് വേണ്ടി അട്രോഫിൻ കൊടുക്കുന്നു. അട്രോഫിൻ ടു ഡിക്രീസ് ബ്രോങ്കിയൽ അല്ലെങ്കിൽ സലൈവറി സെക്രീഷൻസ് കുറയ്ക്കാനായിട്ട്. Then anti-emetic effect. Okay, anti-emetic effect ന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? Anti-emetic effect is used to prevent post-operative nausea and vomiting. Phenothiazine like promethazine ആണ് anti-emetic ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. Promethazine, phenothiazine. Okay, ഇത്രയുമാണ് ജനറൽ അനസ്തറ്റിക്കിന്റെ ചാപ്റ്ററിൽ ഉള്ളത്. സിമ്പിൾ ചാപ്റ്റർ ഞാൻ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്തൊരു നോട്ട് ഉണ്ട്, അത് ഇട്ട് തരാം. കുറച്ച് മാർക്കിംഗ് ഒക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.